ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ രാധികയും കുടുംബത്തെയാണ് കാണിക്കുന്നത്. എല്ലാവരും ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഈശ്വര, ആ മുഖംമൂടി ഇട്ടവൻ എങ്ങാനും ഇനിയും വന്ന് എൻ്റെ തലയ്ക്കടിച്ച വീണ്ടും പ്രശ്നവും. ഇപ്പം ഇവിടെ ആരും വരുന്നില്ലല്ലോ അമ്മേ, പിന്നെ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പറയുന്നത് അതെ, ഇനിയിപ്പോൾ ആരും ഒന്നും വരുമൊന്നുമില്ല. വരാതെയാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പോൾ മാനേജർ, മാഡം ഇനി പേടിക്കൊന്നും വേണ്ട, ഇവിടെ മുഖം മൂടി ഇട്ട ആൾക്കാരൊന്നും വരില്ല. പിന്നെ ഒരു പ്രാവശ്യമാണെങ്കിൽ ക്ഷമിക്കാം, രണ്ട് പ്രാവശ്യം ആ മുഖം മൂടി ഇട്ടവൻ എൻ്റെ മോൻ്റെ തലയടിച്ച് തകർത്തത്. അത് കേട്ടത് ഗോവിന്ദൻ നുളഞ്ഞു നോക്കുക. ഇവന് കിട്ടേണ്ടത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇവൻ്റെ തല പൊളിഞ്ഞു പോയെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയം ഈശ്വര, ഗീതു എന്നെ കാത്തിരിക്കുകയായിരിക്കും. ഞാൻ എങ്ങനെ അങ്ങോട്ട് പോകും? എൻ്റെ ദൈവം, എങ്ങനെയെങ്കിലും ഒന്ന് ഗീതുവിനെ കാണണമല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് ഇങ്ങോട്ടൊക്കെ നടക്കുക. അപ്പോഴേക്കും പിന്നീട് അവർണയ്ക്കാണ് കാണിക്കുന്നത്. അജാസ്, ദേ എന്നെ രഞ്ജു മാറി വിളിച്ചുകൊണ്ടിരിക്കുക. എന്നെയല്ല, ഗോവിന്ദ് സാറിൻ്റെയും ഗീതാഞ്ജലിയുടെയും ഫോണിലേക്ക്. ഫോൺ എടുക്കണ്ടേ? വേണ്ട, ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീരട്ടെ, അതുവരെയും ആരുടെയും കോൾ എടുക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നും അജാസ് പറയുക. ഇത് കേട്ടതും അവർണിക അവരുടെ ഫോൺ അവിടെ വെച്ചു. ഈ സമയം രാധികയ്ക്ക് ഒരു ഫോൺ കോൾ വരിക. കോള് കണ്ടതും രാധിക അവിടെ നിന്നും പതുക്കെ ഫോൺ എടുത്തുകൊണ്ട് മാറി. ഞെട്ടലോട് കൂടെ തന്നെയാണ് മാറിയത്. അപ്പോൾ ഗോവിന്ദ് പതുക്കെ അവിടെ നിന്നും എസ്കേപ്പ് ആവുക. ഗോവിന്ദ് അങ്ങോട്ട് പോയി നമ്മുടെ ഗീതുവിൻ്റെ അടുത്തേക്ക് പോകാനൊരുങ്ങുക. ഈ സമയം എല്ലാവരും ഇങ്ങനെ ടെൻഷൻ അടിച്ചൊക്കെ ഇരിക്കുക. അപ്പോൾ രാധിക ഞെട്ടി, എന്താ അയ്യപ്പ ഈ കേൾക്കുന്നേ? അതെ രാധികാമ്മേ, എത്ര പറഞ്ഞിട്ടും പോകില്ല എന്നുള്ള ഒറ്റ തീരുമാനത്തിൽ നിൽക്കുക. എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഈശ്വര, എന്തെങ്കിലും പറഞ്ഞ് അവളെ അവിടെ നിന്ന് പറഞ്ഞു വിടാൻ നോക്ക്. പരമാവധി ശ്രമിച്ചു രാധികാമ്മേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും അനാർക്കലി പിന്നിൽ നിന്നും വന്ന് ആ ഫോൺ അങ്ങ് തട്ടിപ്പറിച്ചു. എടേ രാധികേ, ഞാൻ ഇവിടെയുണ്ട്, ഇവിടെ തന്നെയുണ്ട്. എനിക്ക് കാണണം. നിന്നെ കണ്ടിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകൂ. ഞാൻ ചോദിച്ച തുക എനിക്ക് കിട്ടാതെ ഞാൻ അടങ്ങിയിരിക്കുമെന്ന് നീ കരുതണ്ട. അനാർക്കലി, നിനക്ക് വേണ്ട പണം ഞാൻ തന്നേക്കാം. നീ ഇങ്ങനെ ടെൻഷൻ അടുപ്പിക്കാതെ. ഞാനിപ്പോൾ വെളിയില്ല, ഒരു ടൂറില്ല. അത് കഴിഞ്ഞ് വന്ന ഉടനെ നീ ആവശ്യപ്പെട്ട പണം ഞാൻ തന്നിരിക്കും. എന്നാൽ നീ പണം തരുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇവിടെ നിന്ന് ഒരിടത്തേക്കും ഞാൻ പോകില്ല. ഈ അറയ്ക്കൽ തറവാട്ടിൽ ഞാനുണ്ടാവും എന്നും പറഞ്ഞുകൊണ്ട് അനാർക്കലി അയ്യപ്പൻ നായരുടെ ഫോൺ കൊടുക്കുക. എന്നിട്ട് അങ്ങ് പോവുക. അപ്പോഴേക്കും രഞ്ജുവും നമ്മുടെ ധ്യാനം കൂടെ ചോദിക്കുക, ആരാണെന്ന് അറിയാം, നന്നായിട്ടറിയാം, പക്ഷേ പറയാൻ പാടില്ലാത്ത ഒരു സാഹചര്യത്തിലായിപ്പോയി. ഹലോ രാധികാമ്മേ, ദേ അയ്യപ്പൻ നായരെ, ഈ വിഷയം ആരും അറിയരുത്. അവളെ ശ്രദ്ധിച്ചോളണം. മറ്റ് രഹസ്യങ്ങളൊന്നും എവിടെയും ചോർന്നു പോകാതെ നോക്കിക്കോണം. ഞാൻ നോക്കിക്കോളാം രാധികാമ്മേ എന്നും പറഞ്ഞുകൊണ്ട് അയ്യപ്പൻ നായർ പുറത്തേക്ക് പോയി. ഈ സമയം നമ്മുടെ രാധിക ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുക. ഈശ്വര, എന്തൊരു കഷ്ടമായത്, എങ്ങനെ രക്ഷപ്പെടും? ആ അനാർക്കലിയുടെ കയ്യിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടും? 10 കോടി രൂപ ഞാൻ എങ്ങനെ ഉണ്ടാക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാധിക ഇങ്ങനെ ഇരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്ന ഗീതുവിനെയാണ്. ഈശ്വര, കണ്ണേട്ടനെ കാണുന്നില്ലല്ലോ, ഞാൻ എന്തു ചെയ്യും? ഈ രാത്രി ഒറ്റയ്ക്ക് ഈ കൂരാക്കൂരിരുട്ടിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങോട്ട് പോയാലോ? അല്ലെങ്കിൽ വേണ്ട, ഞാൻ അങ്ങോട്ട് പോയാൽ രാധികാമ്മയും പ്രിയ എന്നെ കണ്ട പ്രശ്നവും. അതെനിക്ക് മാത്രമല്ല, കണ്ണേട്ടനെ നാണക്കേടുണ്ടാക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതു ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക. അപ്പോഴേക്കും പിന്നിൽ ഗോവിന്ദ് ഗീതു എന്നും പറഞ്ഞു വിളിച്ചു. ഗോവിന്ദനെ കണ്ടതും ഗീതുവിൻ്റെ സന്തോഷം അത് കണ്ണുനീരായി കുടുകുടാ ഒഴുകി. ഗീതു ഓടിച്ചെന്ന് ഗോവിന്ദനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. എന്താ ഗീതു, എന്തിനാ നീ കരയുന്നേ? പേടിച്ചു പോയോ? ഞാൻ വരില്ല എന്ന് കരുതിയോ? ഇത്രയും നേരം എവിടെയായിരുന്നു കണ്ണേട്ട? ഞാൻ ആകെ പേടിച്ചുപോയി. കണ്ണേട്ടൻ വരുന്നില്ല എന്നോർത്ത് സങ്കടപ്പെട്ടു പോയി. എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അങ്ങനെ ഞാൻ നിന്നെ ഉപേക്ഷിച്ചിട്ട് പോകുമോ? എനിക്ക് ജീവിതത്തിൽ ഒരു അർത്ഥം ഉണ്ടാക്കി തന്നത് നീയാ, ജീവിക്കണമെന്ന് തോന്നിപ്പിച്ചത് നീയാ. അങ്ങനെയുള്ള നിന്നെ വിട്ടിട്ട് ഞാൻ എങ്ങോട്ടെങ്കിലും പോകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഗീതു? രാധികാമ്മയുടെയും കൂട്ടരുടെ ഇടയിലായിപ്പോയി ഞാൻ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ഗീതു. അതുകൊണ്ടാണ് ഇത്രയും വൈകിയത്. എല്ലാവരും ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഞാനിങ്ങ് പോകുന്നത്, എൻ്റെ ഗീതുവിനെ കാണാൻ, എൻ്റെ ഗീതുവിനെ ചേർത്ത് പിടിക്കാൻ. എന്തായാലും എൻ്റെ ഗീതു, നീ ഒരുപാട് വിഷമിച്ചു അല്ലേ? എന്നെ അടിച്ചോ, തല്ലിക്കോ, ചീത്ത വിളിച്ചോ, എനിക്കതിലൊന്നും ഒരു കുഴപ്പമില്ല. എന്താ കണ്ണേട്ട ഇത്? എനിക്ക് കണ്ണേട്ടനെ ചീത്ത പറയണമെന്നുണ്ടായിരുന്നു. ആ ദേഷ്യമൊക്കെ ഈ മുഖം കണ്ടപ്പോൾ അങ്ങ് മാഞ്ഞുപോയി. എൻ്റെ കണ്ണേട്ടനെ ചീത്ത പറയാൻ എനിക്ക് പറ്റില്ല കണ്ണേട്ട. അത്രയ്ക്ക് ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ് എന്നും പറഞ്ഞ ഗീതു കെട്ടിപ്പിടിക്കുക. എൻ്റെ മോളെ, നിൻ്റെ ഈ വിശ്വാസവും സ്നേഹവും എന്നും തകരാതെ നോക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്, എൻ്റെ കടമയാണ്. ഞാനത് ചെയ്തിരിക്കും.
സത്യം പറഞ്ഞ അറയ്ക്കൽ ഗോവിന്ദ മാധവൻ്റെ ഭാര്യയായ നീ ഒരു ഭാഗ്യക്കേട് ഉണ്ടായത് നിനക്ക് ഞാൻ കാരണമാണ്. നിനക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ലാത്തത് കാരണം ഞാൻ ഒറ്റ ഒരുത്തൻ. ഇല്ല കണ്ണേട്ട, അങ്ങനെയൊന്നുമില്ല. സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിലും എൻ്റെ കണ്ണേട്ടൻ്റെ ഭാര്യ എന്നുള്ളൊരു പേരെനിക്കുണ്ടല്ലോ, അത് മതി. അറയ്ക്കൽ ഗോവിന്ദ മാധവൻ്റെ വൈഫ് ഗീതാഞ്ജലി എന്നുള്ള പേരിനേക്കാൾ വലുതായിട്ട് എനിക്ക് വേറെ എന്ത് വേണം? ആ ഒരു പേരുണ്ടെങ്കിൽ മതി. ജീവിതകാലം മുഴുവനും എൻ്റെ കണ്ണേട്ടനെ ഈ ഹൃദയത്തിലിട്ടുകൊണ്ട് ഞാൻ സന്തോഷമായിട്ട് ജീവിക്കും എന്നൊക്കെ ഗീതു പറയാ. ഇത് കേട്ടതും ഗോവിന്ദന് സങ്കടം സഹിക്കാൻ പറ്റില്ല. നീ ആഗ്രഹിക്കുന്ന എല്ലാ തരത്തിലുള്ള ദാമ്പത്യ ജീവിതവും സന്തോഷകരമായ ജീവിതവും എനിക്ക് തരാൻ പറ്റുന്നില്ല. അതിൻ്റെ കാരണക്കാരൻ ഞാൻ ഒറ്റൊരുത്തനാ. അമ്മയോടും അനിയത്തിയോടുമുള്ള സ്നേഹം കാരണം നിന്നെ സന്തോഷിപ്പിക്കാൻ ഞാൻ മറന്നു പോകുന്നു. നിൻ്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ ഞാൻ മറന്നു പോകുന്നു. നിൻ്റെ ആഗ്രഹങ്ങൾ മൂടി വെച്ചുകൊണ്ട് അവരെ ഞാൻ സന്തോഷിപ്പിക്കുന്നു. ഞാൻ വെറും ഒരു കോമാളിയാക്കിയതു. എൻ്റെ ഭാര്യയുടെ സന്തോഷവും ആഗ്രഹവും എന്താണെന്ന് തിരിച്ചറിയാത്ത ഒരു കോമാളി. അത് കേട്ടതും എന്താ കണ്ണേട്ട ഇത്? കണ്ണേട്ടൻ തന്നെ കണ്ണേട്ടനെ കുറ്റപ്പെടുത്തുന്നത് എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഈ ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യൻ്റെ ഭാര്യയായിട്ട് ജീവിക്കാൻ പറ്റുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമല്ലേ? ആ ഭാഗ്യം എനിക്ക് കിട്ടിയില്ലേ? ഇതിനേക്കാൾ കൂടുതൽ എന്ത് വലിയ ഭാഗ്യം എനിക്ക് കിട്ടാനുള്ളത് എന്നൊക്കെ ചോദിച്ച് ഗീതു കരയാ. ഇല്ല ഗീതു, ഇനി എനിക്ക് നിന്നെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. എല്ലാവരുടെയും മുൻപിൽ അഗ്നി സാക്ഷിയായി നിന്റെ കഴുത്തിൽ താലി ചാർത്തിയവനാണ് ഞാൻ. അങ്ങനെയുള്ളപ്പോൾ ഒളിച്ചും പാത്തുള്ള ഒരു ദാമ്പത്യ ജീവിതമല്ല നമുക്ക് വേണ്ടത്. നീ എൻ്റെ ഒളിക്കാമുകയല്ല, മനസ്സിലായോ? അങ്ങനെയുള്ളപ്പോൾ രാധികാമ്മയും എൻ്റെ അനിയത്തിയും എൻ്റെ കുടുംബവും അറിയണം നമ്മൾ രണ്ടുപേരും ഇവിടെ ഉണ്ടെന്ന്. നമ്മൾ രണ്ടുപേരും ഇവിടെ ഹണിമൂൺ ആഘോഷിക്കാൻ വന്നാണെന്ന്, നമ്മൾ ഒന്നിച്ച് ജീവിക്കുകയാണെന്ന് അവരറിഞ്ഞേ മതിയാവും. എനിക്കൊരൊറ്റ തീരുമാനമേ ഉള്ളൂ. അവരെല്ലാം അറിഞ്ഞ് അവരോടെല്ലാം പറഞ്ഞ് എല്ലാ അർത്ഥത്തിലും നിന്നെ ഞാൻ എൻ്റെ ഭാര്യയാക്കാൻ തീരുമാനിച്ചു ഗീതു എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ ഗീതുവിൻ്റെ കൈ പിടിച്ച് വാക്ക് കൊടുക്കുക. കണ്ണേട്ട വേണ്ട, അത് കണ്ണേട്ടന് സങ്കടമാവും. രാധികാമ്മയും പ്രിയയും ഒരുപാട് സങ്കടപ്പെടും. ഒരിക്കലുമില്ല, എനിക്കിനി നിൻ്റെ ജീവിതമാണ് വലുത്. നീ കഴിഞ്ഞിട്ടേ വേറെ ആരും ഉള്ളൂ. നീ കഴിഞ്ഞിട്ടേ രാധികാമ്മയും പ്രിയവും ഉള്ളൂ. അത് മാത്രമാണ് ഇനി എൻ്റെ മനസ്സിൽ. എനിക്ക് വേണ്ടി ജീവിക്കുന്ന നിന്നെ വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല ഗീതു. നീ വാ എന്നും പറഞ്ഞ് ഗീതുവിൻ്റെ കയ്യും പിടിച്ചുകൊണ്ട് ഗോവിന്ദ അങ്ങോട്ട് പോവുക. ഈ സമയം എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുക. എനിക്കാണെങ്കിൽ പേടിയായിട്ട് പാടില്ല. ഈ ഗോവിന്ദ് ഇത് എവിടെയാ പോയത്? ഗോവിന്ദേട്ടൻ ഇനി ആ മുഖംമൂടി ഇട്ടവൻ വല്ല ആക്രമിച്ചു കാണോ? എടാ വരുണേ, നിന്നെ പോലെയല്ല എൻ്റെ മോൻ. ഒറ്റയടിക്ക് അവൻ ബോധം കെട്ട് വീഴത്തുമില്ല. നിന്നെ അടിച്ചവനെ തേടിപ്പോയി അവനെ പൊക്കാനുള്ള പരിപാടിയാണോ എന്നും എനിക്കറിയില്ല. ഈശ്വര, ഇനി അവനെന്തെങ്കിലും സംഭവിക്കുമെന്തോ. അത് തന്നെ എൻ്റെയും പേടി. ഒരിക്കലുമില്ല. ഗോവിന്ദേട്ടനെ സിംഗക്കുട്ടി. അതുകൊണ്ട് നന്നായിട്ട് തന്നെ പോരാടിയിട്ട് വരും. അപ്പോൾ സിംഹോ? അതെ, ആരെയാണ് സിംഹം എന്ന് ഉദ്ദേശിച്ചത്? വേറെ ആരെ? ഗോവിന്ദ മാമാ താനേ സിംഗക്കുട്ടി. അതിനാல തന്നെ തനിയാ പോയിരിക്കുന്നത്. സിംഗം സിംഗിളാതാ വരൂ, പണ്ണിതാ കൂട്ടമാ പോകൂ എന്നൊക്കെ പറഞ്ഞ് വരുണ്ണ കളിയാക്കോ കാഞ്ചനെ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധികയും സമയം മാനേജറും കൂട്ടരും കിഷോറിനെ പിടിച്ചുകൊണ്ട് വരികയാണ്. വാടാ ഇങ്ങോട്ട് നടക്കട പട്ടി എന്നും പറഞ്ഞുകൊണ്ട്. എന്നിട്ട് മാഡം മുഖം മൂടിയിട്ട് ഈ സാറിനെ ആക്രമിച്ചത് ഇവൻ നിങ്ങളുടെ റൂമിൻ്റെ എതിർവശത്തുള്ള കപ്പിളുടെ റൂമിൽ അതിക്രമിച്ച് കടക്കാൻ ശ്രമിക്കുമ്പോഴാണ് പിടികൂടിയത്. നോക്ക്. അത് കേട്ടതും വരുൺ ഞെട്ടിപ്പോയി. കിഷോർ അങ്ങനെയാണെങ്കിൽ അത് എൻ്റെ റൂമാണെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇവൻ കയറാൻ പോയത്. എടാ നാറി, എന്തിനാടാ നീ ഇങ്ങനെ ചെയ്തത്? എൻ്റെ തലക്കടിച്ചിട്ട് നിനക്ക് എന്താടാ കിട്ടിയത് എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ വരുണും ദേഷ്യപ്പെടുക. അപ്പോഴേക്കും ഇവനെ എല്ലാവരുടെയും പണം തട്ടിയെടുക്കാനുള്ള പരിപാടിയായിരുന്നു. ഒന്ന് മാറി നിൽക്ക്, അങ്ങനെ ഒരു പരിപാടിക്ക് ഞാൻ നിൽക്കാറില്ല എന്നും കിഷോർ. ഇത് കേട്ടത് രേഖയും കാഞ്ചനയും ഒക്കെ ഞെട്ടി. ഈശ്വര, ഇവനിങ്ങോട്ട് വരുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോഴേക്കും രാധിക കിഷോറിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു. എടാ നാറി ചെറ്റേ, പാല് തന്ന കൈക്ക് തന്നെ നീ തിരിച്ചു കൊത്തുവല്ലേ? എന്തിനാടോ എൻ്റെ മോൻ്റെ തല തല്ലി പൊളിച്ചത് എന്നും രാധിക ചോദിക്കുക. അത് കേട്ടതും എൻ്റെ ഭാര്യയെ കൈയടക്കാൻ ശ്രമിക്കുന്ന ആരാണെങ്കിലും അവരെ ഞാൻ വെറുതെ വിടില്ല. അവനെ ഞാൻ വെട്ടിക്കൊന്നിരിക്കും. നിൽക്കടാ അവിടെ എന്നും പറഞ്ഞ് മാനേജറും കൂടെയുള്ള സ്റ്റാഫുകളൊക്കെ അടിച്ച് തകർക്കുക രണ്ടുപേരെയും. ഈ സമയം എല്ലാവരും ഇനിയിപ്പോൾ ആരും പേടിക്കണ്ട, എന്തായാലും കിഷോറാണെന്നുള്ള കാര്യം പിടികിട്ടിയില്ലേ, അതുകൊണ്ട് സമാധാനമായി. അപ്പോൾ കാഞ്ചന, അല്ല എന്നാലും അന്ത കിഷോർ சொன்னது பார்த்தியா? കിഷോറോட പൊണ്ടാട്ടി, അതായത് അവർണികയെ വരുൺ മാമ വെച്ചിരിക്കുன்னு நினைக்கிறேன், അതിനാലതാ ഇപ്പടി. അപ്പോൾ രേഖ ഞെട്ടലോടുകൂടെ വരുണിനെ നോക്കുക. അപ്പോൾ വരുൺ
ഞാനങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള മട്ടിൽ രേഖയോട് പറയുക. ഇത് കേട്ടതും അതെ ഇനി ഇപ്പം അതിനെക്കുറിച്ച് സംസാരിക്കാൻ നേരമില്ല. ദേ മുഖം മൂടി വെച്ച് വന്നവൻ ആരാണെന്ന് കണ്ടുപിടിച്ചു. അവനെ പിടിച്ചതുകൊണ്ട് ഇനി നമുക്കെതിരെ അതിക്രമമൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ കണ്ണൻ എവിടെ പോയി? അവനെ അന്വേഷിച്ച് നമുക്ക് പോവാം, വാ എല്ലാവരും വാ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും ഗോവിന്ദനെ അന്വേഷിച്ച് പോകുമ്പോൾ അനാർക്കലി വീണ്ടും രാധികയെ ഫോൺ വിളിക്കുകയാണ്. അപ്പോൾ രാധിക അങ്ങോട്ട് മാറി നിന്ന് ഫോണിൽ സംസാരിക്കുക. ഈ സമയം ഗോവിന്ദനെ അന്വേഷിച്ച് എല്ലാവരും അവരവരുടെ വഴിക്ക് പോവുക. അപ്പോഴേക്കും ഗോവിന്ദ് ഗീതുവിൻ്റെ കയ്യും പിടിച്ച് ഹോളിലേക്ക് കയറി വന്നു. ഹോളിലെത്തിയതും ആരെയും കാണാനില്ല. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ ഗീതു, ഇവിടെ എല്ലാവരും ഇരിക്കുന്നുണ്ടായിരുന്നല്ലോ. എല്ലാവരും മുറിയിലേക്ക് പോയിട്ടുണ്ടാവും കണ്ണേട്ടാ. എന്തായാലും എല്ലാവരും മുറിയിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. നമുക്കിന്ന് എല്ലാവരും അറിഞ്ഞുകൊണ്ട് എല്ലാ അർത്ഥത്തിലും സന്തോഷത്തോടെ ഇവിടെ നമ്മൾ ആഗ്രഹിച്ചു വന്ന കാര്യം നടത്തണം ഗീതു, വാ നീ വാ എന്നും പറഞ്ഞുകൊണ്ട് ഗീതുവിൻ്റെ കൈയും പിടിച്ച് അങ്ങോട്ട് പോവുക. അപ്പോഴേക്കും രാധിക ഫോണിൽ സംസാരിക്കുന്നത് ഗോവിന്ദ് മാറി നിന്ന് കാണുക. ദേ രാധികാമ്മ അവിടെ നിൽക്കുന്നുണ്ട്, വാ നമുക്ക് അങ്ങോട്ട് പോയി സംസാരിക്കാം എന്ന് പറയുമ്പോഴേക്കും ഗീതു വേണ്ട കണ്ണേട്ടാ, ഫോണിൽ സംസാരിക്കുമല്ലേ അത് കഴിയട്ടെ എന്നിട്ട് സംസാരിക്കാം എന്നും പറഞ്ഞ് ഗീതു ഗോവിന്ദൻ അവിടെ പിടിച്ചു നിർത്തി. ഈ സമയം രാധിക സംസാരിക്കുകയാണ്. അനാർക്കലി ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ദേ നിന്റെ കാര്യം നോക്കാൻ എനിക്ക് അറിയാൻ പാടില്ല, ഞാൻ നോക്കിക്കോളാം, നീ പേടിക്കണ്ട അനാർക്കലി എന്ന് പറയുമ്പോഴേക്കും ഗോവിന്ദൻ ഞെട്ടലോടുകൂടെ അന്ന് വിജയലക്ഷ്മി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഗോവിന്ദൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. അനാർക്കലിയും രാധികാമ്മയും തമ്മിൽ ബന്ധമുണ്ട്, ഒരിക്കലുമില്ല. എൻ്റെ അച്ഛനെ തകർത്ത ആ സ്ത്രീയുമായിട്ട് എൻ്റെ അമ്മ ബന്ധം കൂടില്ല. അങ്ങനെയെങ്കിൽ ജയിലിൽ കിടക്കുന്ന അനാർക്കലിയെ രാധിക എന്തിനു വിളിക്കണം, എന്തിനവളെ പോയി കാണണം എന്നും വിജയലക്ഷ്മി ചോദിച്ചപ്പോൾ രാധികാമ്മയെ വിശ്വസിച്ച് തൻ്റെ സ്വന്തം അമ്മയെ അവിശ്വസിച്ചുകൊണ്ട് ഗോവിന്ദ് പറഞ്ഞ ഓരോ കാര്യങ്ങളും ഗോവിന്ദൻ്റെ മനസ്സിലേക്ക് കയറി വരികയാണ്. അതെല്ലാം കേട്ടപ്പോൾ വിജയലക്ഷ്മി ആകെ സങ്കടപ്പെട്ടു. സ്വന്തം അമ്മയെ വിശ്വസിക്കാതെ രണ്ടാനമ്മയെ വിശ്വസിച്ച് ജീവിക്കുന്ന മകൻ ഇവനൊരു ദിവസം തിരിച്ചടി ഉണ്ടാകും. അതെ അതേപോലെ തന്നെ സംഭവിച്ചു. രാധിക പേരും കള്ളിയാണെന്ന് ഗോവിന്ദന് മനസ്സിലായി. അനാർക്കലി നിന്നെ എനിക്ക് ജയിലിൽ വന്ന് കാണാൻ പറ്റാതിരുന്നത് എൻ്റെ സാഹചര്യം അങ്ങനെയായിരുന്നോ? അല്ലാതെ നിന്നെ കാണാൻ പാടില്ല എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ടൊന്നും അല്ല ഞാൻ അങ്ങനെ ചെയ്തത്. നീ എന്നെ ഇങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കരുത്. ഞാനൊന്ന് വന്നോട്ടെ, നിനക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഞാൻ ചെയ്തു തന്നോളാം. നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കാം. ദേ പഴയ കാര്യങ്ങളൊന്നും ഇപ്പോൾ കുത്തിപ്പൊക്കല്ല അനാർക്കലി, അതൊന്നും ആരും അറിയാൻ പാടില്ല. ആരും അറിയാൻ പാടില്ലാത്ത കാര്യമാണ്, പ്രത്യേകിച്ച് ഗോവിന്ദ്. അതുകൊണ്ട് അനാർക്കലി ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. അപ്പോൾ ഗീതു ചോദിക്കുക എന്താ കണ്ണേട്ടാ, എന്ത് പറ്റി? മിണ്ടല്ലേ ഗീതു മിണ്ടല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഗീതുവിനെ തടയുകയാണ്. അനാർക്കലി നീ ഇപ്പോൾ അവിടെ നിന്നും പോകണം. നീ അവിടെ നിന്നാൽ കണ്ണനെല്ലാം അറിയും. കണ്ണൻ അറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവും. പിന്നെ നിനക്ക് തരാനുള്ളതൊന്നും എനിക്ക് തരാൻ പറ്റില്ല. അറിയാലോ അറയ്ക്കൽ തറവാട്ടിൽ ഞാൻ പിടിച്ചു നിൽക്കുന്നത് തന്നെ ഗോവിന്ദ് ഉള്ളതുകൊണ്ടാണ്. അവൻ എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നെ അവിടെ നിന്ന് പുറത്താക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. ഞാൻ വരുന്നത് വരെ നീ ഒന്ന് ക്ഷമിക്കും. ഞാൻ വന്നാൽ ഉടനെ നിന്നെ വന്ന് കണ്ടോളാം. പിന്നെ ഞാൻ ജയിലിൽ വരാത്തതാണ് നിന്റെ പരാതിയെങ്കിൽ അതിൻ്റെ കാരണവും ഞാൻ പറഞ്ഞല്ലോ. എനിക്ക് വല്ലാത്തൊരു സങ്കടമായിരുന്നു അനാർക്കലി, വരാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. പരമാവധി ഞാൻ വരാൻ ശ്രമിച്ചിട്ടും വരാൻ പറ്റിയില്ല. അതുകൊണ്ട് നീ എന്നോട് ക്ഷമിക്കണം. എന്നെ തെറ്റിദ്ധരിക്കരുത് അനാർക്കലി. നീ അവിടെ വന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. നീ അവിടെ ഒന്നും പോകണം. അങ്ങനെ പോകുന്നില്ല എന്നാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ വന്ന ഉടനെ എല്ലാ കാര്യങ്ങളും നിനക്ക് വേണ്ടി ഞാൻ ചെയ്തു തരും എന്നൊക്കെ പറഞ്ഞ് അനാർക്കലിയോട് രാധിക സംസാരിക്കുന്നതെല്ലാം കേട്ട് ഗോവിന്ദൻ്റെ രക്തം തിളച്ചു വരികയാണ്. അതെ താൻ കണ്ണു അടച്ച് വിശ്വസിച്ച തൻ്റെ രണ്ടാനമ്മ കൊടും ക്രിമിനലാണെന്നും ക്രൂരതകൾക്ക് മാത്രം കൂട്ടുനിന്ന് തൻ്റെ അച്ഛൻ മരിക്കാൻ കാരണക്കാരിയാണെന്നും ഒക്കെ മനസ്സിലാക്കി എല്ലാ ഇതും ഗോവിന്ദൻ്റെ കാതിൽ കേട്ടതുകൊണ്ട് ഷോക്കായി നിൽക്കുന്ന ഗോവിന്ദനെ നോക്കി ഗീതു വീണ്ടും ചോദിച്ചു എന്താ കണ്ണേട്ടാ എന്തു പറ്റിയെന്ന്. പക്ഷേ ഒരു കാര്യവും പറയാതെ ഗോവിന്ദ് ഹൃദയം നുറുങ്ങുന്ന വേദനയുമായി രാധികാമ്മ സംസാരിക്കുന്നതെല്ലാം ആ തൂണിൽ ചാരി നിന്നുകൊണ്ട് കേട്ടു. അപ്പോഴേക്കും ആ സ്റ്റാഫ് വന്ന് ഗോവിന്ദും ഗീതുവും ഒളിച്ചു നിൽക്കുന്ന റൂം അടച്ചു കുറ്റിയിട്ടു. അത് കണ്ടതും ഗീതു കണ്ണേട്ടാ. അപ്പോഴേക്കും ഗീതുവിൻ്റെ വായ പൊത്തിപ്പിടിച്ച് ഗോവിന്ദ് മിണ്ടല്ലേ ഗീതു മിണ്ടല്ലേ എന്നും പറയാണ്. ഈ സമയം രാധിക ശരി അനാർക്കലി, എന്നാൽ പിന്നെ ഞാൻ പറഞ്ഞതൊക്കെ നീ മനസ്സിലിട്ടോ. ഉറപ്പായിട്ടും നീ ആഗ്രഹിച്ച തുക ഞാൻ നിനക്ക് തന്നിരിക്കും. പിന്നെ പഴയ കാര്യങ്ങളൊന്നും ആരും അറിയരുത്. എൻ്റെ മോൻ കണ്ണന് ഇതൊന്നും അറിയില്ല. ഗോവിന്ദൻ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നത്തിലേ ചെന്ന് അവസാനിക്കും. അതുകൊണ്ട് ആരും ഒന്നും അറിയാൻ പാടില്ല. എല്ലാം രഹസ്യമായിരിക്കണം. രഹസ്യമായിരുന്നുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീൽ ചെയ്യാം. ഞാനുണ്ടാവും നിൻ്റെ കൂടെ എന്നും എപ്പോഴും. പക്ഷേ അറയ്ക്കൽ തറവാട്ടിലേക്ക് നീ ഇനി വരരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രാധിക ഫോൺ കട്ട് ചെയ്യുകയാണ്. ഈ സമയം രാധിക ഫോൺ കട്ട് ചെയ്തിട്ട് അങ്ങ് പോയി. അപ്പോൾ ഗോവിന്ദനോട് ഗീത് വീണ്ടും ചോദിക്കുക എന്താ കണ്ണേട്ടൻ
എന്താ ടെൻഷൻ അടിക്കുന്നേ, എന്തിനാ പേടിച്ച് നിൽക്കുന്നത് എന്നും. അത് കേട്ടതും ഗോവിന്ദ് ഒന്നും മിണ്ടാതെ ആ തൂണിൽ ചാരിക്കിടന്നു. എന്നിട്ട് ആ രണ്ടാനമ്മയെക്കുറിച്ച് ആലോചിച്ചു. അതിനുശേഷം തൻ്റെ സ്വന്തം അമ്മയെക്കുറിച്ചും ആലോചിച്ചു. അതെ, രണ്ടാനമ്മയെ വിശ്വസിച്ച് സ്വന്തം അമ്മയെ വേദനിപ്പിച്ച ഈ ഗോവിന്ദന് ഇത് ഇടിവെട്ട് തിരിച്ചടിയാകുമ്പോൾ ഇനി രാധികാമ്മയ്ക്ക് അന്ത്യം കുറിക്കാൻ ഗോവിന്ദ് ഒരുമ്പിട്ടിറങ്ങും. പ്രേക്ഷകരെ, അച്ഛൻ്റെ മരണം എങ്ങനെയാണ് സംഭവിച്ചതെന്ന് ആ റൂട്ടിലൂടെ ഗോവിന്ദ് സഞ്ചരിക്കാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. അത്യുഗ്രൻ വിശേഷങ്ങൾക്കായിട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.